നമസ്കാരം. നമ്മുടെ രാജ്യത്തെ ഏറ്റവും കുഞ്ഞൻ സംസ്ഥാനങ്ങളിലൊന്ന് ഗോവ. പലപ്പോഴും തെരഞ്ഞെടുപ്പ് ചേരികളിലൊന്നും തന്നെ ഗോവയുടെ പേര് അധികമൊന്നും പരാമർശിക്കപ്പെട്ട് കാണാറില്ല. കാരണം വളരെ ചെറിയൊരു സംസ്ഥാനമാണ്, 2 ലോക്സഭാ സീറ്റുകൾ മാത്രമുള്ള സംസ്ഥാനമാണ്. പക്ഷേ ഗോവ BJPയെ സംബന്ധിച്ച് ഒരു ചരിത്ര ഭൂമിക തന്നെയാണ്. കാരണം അവിടെ 3ാം വട്ടവും നിയമസഭാ തെരഞ്ഞെടുപ്പിനൊടുവിൽ BJP അധികാരത്തിൽ വന്നിരുന്നു. BJPക്കെതിരായി ആ സമയത്ത് അന്ന് ഉണ്ടായിരുന്നത് കോൺഗ്രസ് ഗോവ ഫോർവേഡ് പാർട്ടി സഖ്യവും തൃണമൂൽ കോൺഗ്രസ് MGP സഖ്യവും NCP ശിവസേന സഖ്യവും ആം ആദ്മി പാർട്ടിയും ഒക്കെയാണ്. ഈ മറുവശത്ത് 4ഓളം ശക്തികൾ അണിനിരന്ന സമയത്ത് പോലും നിയമസഭയിൽ 40 സീറ്റിൽ 20ലും വിജയിച്ച് കയറാൻ BJPക്ക് സാധിച്ചിരുന്നു. അതിന് തൊട്ട് പിന്നാലെ ഗോമതക് ഉൾപ്പെടെയുള്ള പാർട്ടികൾ കൂടി BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചതോടെ അവിടെ ഭരണം എളുപ്പമാകുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ഗോവയിൽ മത്സരാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും ആം ആദ്മി പാർട്ടിയുടെ ഈ പ്രഖ്യാപനം ഏറ്റവും കൂടുതൽ ഉലയ്ക്കാൻ പോകുന്നത് കോൺഗ്രസ് പാർട്ടിയെ തന്നെയായിരിക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഒരു ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും, അവിടെ BJPയും കോൺഗ്രസും ദേശീയ പാർട്ടികൾ തന്നെയാണ് വലിയ പ്രാതിനിധ്യം വഹിച്ചിട്ടുള്ളത്. ഈ ആം ആദ്മി പാർട്ടിയുടെ വോട്ട് വിഹിതം പോലും ഗോവയിൽ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്ക് വലിയ ആത്മവിശ്വാസമുണ്ട്, ഒരു സീറ്റ് തങ്ങൾക്കുള്ളതാണ് എന്ന് ആം ആദ്മി പാർട്ടി ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്ര നേരത്തെ അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും നടത്തിയിരിക്കുന്നത്. എന്തായാലും ആം ആദ്മിയുടെ സ്ഥാനാർത്ഥിയായി വെൻസി വികാസ് ആണ് ദക്ഷിണ ഗോവയിൽ നിന്നും മത്സരിക്കാൻ ഒരുങ്ങുന്നത്. പക്ഷേ ഈ ഒരു സ്ഥാനാർത്ഥിത്വം നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറും. കാരണം നിലവിൽ കോൺഗ്രസ് MP ഫ്രാൻസിസ്കോ സെർദിനഗയുടെ കൈവശമുള്ള സീറ്റാണ് ഈ ദക്ഷിണ ഗോവ എന്ന് പറയുന്നത്. ആം ആദ്മി മത്സരിക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അത് ഫ്രാൻസിസ്കോയുടെ വിജയ സാധ്യതകൾക്ക് മേൽ മങ്ങലേൽപ്പിക്കാൻ സാധ്യതയുണ്ട്. മേഖലയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ് വികാസ് എന്നത് ആം ആദ്മി പാർട്ടിയുടെ ഒരു ആത്മവിശ്വാസം കൂട്ടുന്നുമുണ്ട്. എന്തായാലും ഗോവൻ പൊളിറ്റിക്സ് ഒരുപക്ഷെ നമുക്ക് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയവുമായി ചേർത്ത് വായിക്കാൻ പറ്റും. അവിടെ പ്രത്യേകമായൊരു നിലപാടോ ആ സംസ്ഥാനത്തിനൊരു പ്രത്യേക രാഷ്ട്രീയമോ ഒന്നുമില്ല. കേന്ദ്രത്തിൽ ആര് ഭരിക്കുന്നോ അവരോട് കൂടുതൽ ചേർന്ന് നിൽക്കുക, ആരാണോ വികസനം കൂടുതൽ എത്തിക്കുക അവരോട് കൂടുതൽ ചേർന്ന് നിൽക്കുക എന്നൊരു സ്വഭാവമുള്ള ഭൂമികയാണ് ഈ ഗോവ എന്ന് പറയുന്നത്. അവിടെ ഏറ്റവും അധികം പവർ പ്ലസ് മണി പൊളിറ്റിക്സ് തന്നെയാണ് വലിയ പങ്ക് വഹിക്കുന്നത്. ഈ ഒരു ഫോർമുലയിൽ കൃത്യമായി സമവാക്യം എഴുതാൻ കഴിയുന്ന ഏത് പാർട്ടിക്കും ഗോവയിൽ ജയിക്കാൻ സാധിക്കുകയും ചെയ്യും. പക്ഷേ BJP അവിടെ വേരുറപ്പിച്ചതിന് പിന്നിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടി ഉണ്ടായിരുന്നു. ഗോവയിലെ ക്രമസമാധാന പാലനത്തിന് BJP വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. അങ്ങനെ ക്രമസമാധാന നില ഉറപ്പാക്കിക്കൊണ്ട് വലിയ വികസനം അവിടെ നടത്തിക്കൊണ്ടാണ് BJP 3ാം തവണയും അവിടെ അധികാരത്തിലെത്തിയത്. അതിൻ്റെ ആത്മവിശ്വാസം ലോക്സഭയിലേക്ക് പോകുമ്പോൾ അവർ കൊണ്ടുതാനും. എന്തായാലും പുതിയതെന്തും സ്വീകരിക്കുന്ന ഒരു മനസ്സുള്ള സംസ്ഥാനമാണ് ഗോവ എന്ന് പറയുന്നത്. ദേശീയ പാർട്ടികളാണ് കൂടുതലുള്ളത് എങ്കിൽ പോലും നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ ഗോമതക് പാർട്ടി അല്ലെങ്കിൽ ഗോവ ഫോർവേഡ് പാർട്ടി തുടങ്ങിയവയ്ക്കും വലിയ സ്വാധീനമുണ്ട്. ഇവരൊക്കെ ഈ ദേശീയ പാർട്ടികളുടെ വിജയത്തെ സഹായിക്കുന്ന മറ്റ് ചെറു പാർട്ടികൾ തന്നെയാണ്. ചാഞ്ചാടാൻ തയ്യാറായി നിൽക്കുന്ന ഗോവ ഇത്തവണ ആർക്കൊപ്പം ചാഞ്ചാടും? ആകെയുള്ള ഒരു സീറ്റ്, ഈ 2 ലോക്സഭാ സീറ്റുകളിൽ ഒന്ന് കോൺഗ്രസിൻ്റെതാണ്. അത് ആം ആദ്മി പാർട്ടി കൊണ്ടുപോകുമോ എന്ന് തന്നെ വേണം കണ്ടറിയാൻ. പക്ഷേ BJP ആവട്ടെ ഇത്തവണ 2 സീറ്റിലും തങ്ങൾ തന്നെ വിജയിക്കും. 2 പേരെ ഗോവയുടെ പ്രതിനിധിയായി BJP തന്നെ ലോക്സഭയിലേക്ക് അയക്കുമെന്നുള്ള ആത്മവിശ്വാസം അവർക്കുമുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.